ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് AI ക്യാമറയെ പറ്റിയാണ്. അതായത് AI ക്യാമറ എല്ലാം ഇപ്പോൾ ഒഴിവാക്കാൻ പോവാണ്. പകരം പുതിയൊരു സംവിധാനം വരാൻ പോകണം. അതെന്താണെന്നല്ലേ അത് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ AI ക്യാമറ എല്ലാം ഒഴിവാക്കാൻ പോവാണ്. പകരം പുതിയൊരു സംവിധാനം വരാൻ പോവാണ്. നമുക്കറിയാം, ഏകദേശം 2 വർഷത്തോളമായി ഇപ്പോൾ AI ക്യാമറ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ നല്ല ഒരു സജീവമായിട്ട് തന്നെ AI ക്യാമറ അതിൻ്റെ പണി ചെയ്തിരുന്നു. ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവരും, അതുപോലെ തന്നെ ത്രിബിൾ വെച്ച് ബൈക്കിൽ പോകുന്നവരെ, സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്നവരെ, അങ്ങനെയുള്ളവരെല്ലാം AI ക്യാമറ ക്യാച്ച് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് AI ക്യാമറ എല്ലാം പണി മുടക്കിയിരിക്കുകയാണ്. കാരണം സർക്കാരുമായിട്ടുള്ള എന്തോ ഒരു സാമ്പത്തിക ഇഷ്യൂ ആണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ AI ക്യാമറയ്ക്ക് പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറ്. ഇന്നൊരു മാധ്യമങ്ങളോടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് AI ക്യാമറകളെല്ലാം ഒഴിവാക്കും, ഇനി ജോലി ജനങ്ങളെ ഏൽപ്പിക്കും എന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ആപ്പ് ഉടൻ പുറത്തിറങ്ങും. അതിൽ നമുക്ക് തന്നെ വേറൊരാൾ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ഉപയോഗിച്ച് അതിലൂടെ ഫോട്ടോ അടിച്ചിട്ട് നമുക്ക് ആ ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഈ ആപ്പ് കൈകാര്യം ചെയ്യുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ്, MVD ആണ് ഈ ഒരു ആപ്പ് കൈകാര്യം ചെയ്യൽ. അപ്പോൾ അവരത് ചെക്ക് ചെയ്യും, ഇതിലെന്തെങ്കിലും നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നവർ ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അതിൽ ഫൈൻ അടിക്കും. അങ്ങനെയാണ് ഇനി പുതിയൊരു കാര്യം വരുന്നത്. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്, പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തുന്ന പരിശോധനകൾ ഇനി ജനങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ്. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിയുന്ന പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ എത്തും. നിയമലംഘനം നിങ്ങളുടെ ഫോണിൽ തന്നെ ചിത്രീകരിച്ച ശേഷം ഫ്രീ ആയി ലഭിക്കുന്ന പുതിയ ആപ്പിലൂടെ ഈ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ അത് നേരെ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കും. നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം നടപടിയെടുക്കും. നോ പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്യുക, 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുക തുടങ്ങി എന്ത് തെറ്റായാലും ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ അവരുടെ വീടുകളിൽ വലിയ തുക പെറ്റി അടയ്ക്കാനുള്ള നോട്ടീസ് വരും. സ്വയം തെറ്റ് ചെയ്യില്ല, ബാക്കിയുള്ളവർ ചെയ്താൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. പല അപകടങ്ങളും ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും. തെറ്റായി റോഡുകളിൽ പാർക്ക് ചെയ്യുന്നതിലൂടെ എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മെഷീൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉടൻ നമ്മുടെ കേരളത്തിൽ വാങ്ങും. സംശയം തോന്നുന്നവരെ പരിശോധിക്കും, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരെ. അപ്പം ഇതാണ് ഇന്നത്തെ മന്ത്രിയുടെ വാക്കുകൾ. അതായത് AI ക്യാമറകളൊക്കെ ഒഴിവാക്കാണ്, പകരം ഒരു ആപ്പിലൂടെ ആണ് ഇനി മുതലുള്ള ഇതൊക്കെ നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും AI ക്യാമറ പോലെ ഒരു പരാജയമാവാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്താ പറയുക ആഗ്രഹിക്കുക. കാരണം AI ക്യാമറ ഇപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ ഏകദേശം പണിയായി തീരുമാനമായിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ പുതിയ നിയമം നമുക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കാം. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാം. ഈ ആപ്പ് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ എല്ലാവരും അവരവരുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന നിയമവിരുദ്ധങ്ങൾ ഇത് ഇപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ അതങ്ങ് ഈ സോഫ്റ്റ്വെയർ വഴി നമ്മുടെ MVDക്ക് അയച്ചു കൊടുക്കാം. എന്താ പറയുക, നല്ലൊരു തീരുമാനമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിരുന്നു ഞാൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.